ഹായ് ഓൾ. PSC ആസ്പിറൻസ് മാത്സ് എന്ന സബ്ജക്റ്റിൽ നിന്നും കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു യൂണിറ്റ് ആകുന്നു ശരാശരി, ദാറ്റ് ഈസ് ആവറേജ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറേ നമ്പേഴ്സ് തരും, ആ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അത് പല മോഡൽ പല ടൈപ്പിൽ ആ ക്വസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനായിട്ടുള്ള ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്നുള്ളതാകുന്നു. നമുക്ക് തന്നിട്ടുള്ള എങ്ങനത്തെ നമ്പർ ആയിക്കോട്ടെ, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റൻ ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് ക്വസ്റ്റൻസിന്റെയും ആവറേജ് അല്ലെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്നുള്ളതാകുന്നു. തുക ബൈ എണ്ണം എന്നുള്ളതാണ് ജനറൽ ഫോർമുല. പക്ഷേ ഈ ഫോർമുല നമുക്ക് എല്ലാ കേസുകളും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറേ നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം കൂട്ടി അതിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പല സ്പെസിഫിക് ആയിട്ടുള്ള കേസസ് നമ്മൾ എടുക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ, അതായത് കൃത്യമായ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ചാണ് നമ്പേഴ്സ് പോകുന്നത് എങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഫോർമുല എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ബൈ 2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. നമുക്ക് തന്നിട്ടുള്ള നമ്പർ പാറ്റേൺസിലെ കോമൺ ഡിഫറൻസ് സെയിം ആണ്, അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് പോകുന്നത് എങ്കിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ബൈ 2 എന്ന് പറയുന്ന ഫോർമുല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലും നമുക്ക് കുറേ സ്പെസിഫിക് കേസസ് വരുന്നുണ്ട്. അതിൽ മൂന്നെണ്ണം നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ശരാശരി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റൻ എങ്കിൽ, അതായത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എണ്ണൽ സംഖ്യ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാകുന്നു n+1/2. രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാകുന്നു n+1. മൂന്നാമത്തെ ഒരു ടൈപ്പ് ആകുന്നു ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാകുന്നു n. അപ്പോൾ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് n+1 എന്ന് പറയുന്ന n+1/2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് n+1 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് n എന്ന് പറയുന്ന ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ n+1/2 മറ്റൊരു ഫോർമുലയാകുന്നു, n+1 മറ്റൊരു ഫോർമുലയാകുന്നു n+1/2 നാച്ചുറൽ നമ്പേഴ്സിനാണ്, n+1 ഈവൻ നമ്പേഴ്സിനാണ്, n എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് വായിച്ച് എൻ്റെ ആൻസർ പറയാം. ഇപ്പോൾ നോക്കൂ, 11നും 50നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 11നും 50നും ഇടയ്ക്കുള്ള ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ്. അപ്പോൾ നമുക്ക് അറിയാം 11നും 50നും ഇടയ്ക്കെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 11 കഴിഞ്ഞിട്ടുള്ള നമ്പർ എടുക്കണം, പിന്നെ 12 ആണ്, 12 കഴിഞ്ഞിട്ട് 13 എടുക്കണം, അപ്പോഴാണ് ഓഡ് നമ്പർ ആവുള്ളൂ. 50ന് ഇടയ്ക്കുന്ന അപ്പോൾ 49 എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഫസ്റ്റ് ടൈമായിട്ട് 13ഉം ലാസ്റ്റ് ടൈമായിട്ട് 49 വരും. അപ്പോൾ 13+49/2 ചെയ്യുമ്പോൾ 31 എന്ന് പറയുന്ന ആൻസർ അവിടെ കിട്ടും. ദെൻ 100നും 499നും ഇടയിലുള്ള എണ്ണൽ സംഖ്യയുടെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ അവിടെ അങ്ങനെ തന്നെ 101ഉം 498/2 ചെയ്യണം, അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും. മറ്റൊരു ക്വസ്റ്റൻ ആണ് 50 മുതൽ 150 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ആവറേജ്. അപ്പോൾ 50 മുതൽ 150 വരെയാണ്. അപ്പോൾ നമുക്ക് 50 കൂടി എടുക്കാം. 50 ഒരു ഈവൻ നമ്പറാണ്, 150 കൊടുക്കാം, അത് ഈവൻ നമ്പറാണ്. അപ്പോൾ അവിടെ 50+150/2 ചെയ്യുമ്പോൾ അവിടുത്തെ ആവറേജും കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ പറയുകയാണ് 49 മുതൽ 150 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 49 എടുക്കണ്ട, കാരണം 49 ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് 50 എടുക്കാം. 50 മുതൽ 150 വരെ എടുത്താൽ 50+150/2 100 എന്ന് വരും. ഇതുപോലെ 17 മുതൽ 50 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 18 എടുക്കാം, പിന്നെ 50 എടുക്കാം. 18+50/2 34 വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആവറേജ് കാണാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആണ് എങ്കിൽ നമുക്ക് അവിടെ ആവറേജ് കാണാനായിട്ട് a+l/2, അതായത് ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ബൈ 2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇനി എണ്ണൽ സംഖ്യ, ഓഡ് സംഖ്യ, ഈവൻ നമ്പർ എന്നൊക്കെ ഉള്ളത് ഫസ്റ്റ് ആദ്യത്തേന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മറ്റേ സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.